ഹലോ ഗൈസ്, കോൾ മീ ബിജിത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണ് ഇന്ന് പന്തളത്തുള്ള ഒരു സ്പോട്ടിലാണ് ചൂണ്ടിടാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ കുറേ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളാണ് ഇന്ന് കൈച്ചൂണ്ടയാണ് ഇടുന്നത്. പിന്നെ നമ്മൾ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് ഒന്ന് അടിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അണ്ണ എൻ്റെ വായിനകത്തെ ആ ഒരു ഫ്രോഗിൻ്റെ പാട്ടയ്ക്കകത്ത് മറ്റേ സ്മോക്കി എന്ന് പറഞ്ഞ ഇച്ചിരി വണ്ണമുള്ള ഒരു വെള്ള ഫ്രോഗ് ഇരിപ്പുണ്ട്. അതൊന്നും അതെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി ലോങ് കാസ്റ്റ് കിട്ടും. അതിനകത്തൊരു സ്റ്റിക്കിൻ്റെ ഒരു ഗ്രിപ്പർ കിടപ്പുണ്ട്. ഏതാണോ ചുമപ്പിന് ഹുക്കിന് ഒരിതില്ലണ്ണ. ഹുക്ക് പോയതാ. അത് വെച്ച് അടിച്ച മീൻ അഥവാ അടിച്ചാലും നമുക്ക് ഇത് കിട്ടത്തില്ല, ഹുക്കപ്പ് കിട്ടത്തില്ല. ഒരു ഭാഗത്ത് ചെറിയ ഫ്രോ വെച്ചതാ. അല്ല, അത് ചെറുതാ. വേണ്ട, ചുവപ്പ് വേണ്ട, ഈ മഞ്ഞ മതി. സൂപ്പർ സാധനം. മറ്റേ ഇരിപ്പുണ്ട്. എനിക്കൊന്നാ ഇത് അത് കൊച്ചതാ, അതുകൊണ്ടാണ് അത് ആ ഫ്രോഗ് കയറി അടിക്കാത്ത നല്ലോണം. പക്ഷെ ഈ ഫ്രോഗാരനെ ചിലപ്പോൾ അടിച്ചാന് കുറെ നേരം കൊണ്ട് ഇത് കളിപ്പിക്കുമായിട്ടുണ്ട്. ഗ്രിപ്പർ എന്ത് ചെയ്യണം അതിനകത്ത് തുടർന്ന് ഇതൊന്ന് പിടിച്ചേ. നൂല് അണ്ണാ, ഇതിൻ്റെ ഹുക്കൊന്ന് എടുത്തണോ? എനിക്ക് ഇവരിൻ്റെ പിടിച്ചേ. ചെറിയൊരു വരലാണ്. വീക്ക്നാ വരലാന്ന് തോന്നില്ലണോ? വീക്ക്നാ വരല. എടുത്തോ, ഊരിയെടുത്തോ, വിട്ട്. അങ്ങനെ നമുക്ക് ഒരു ഫസ്റ്റ് മീനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ചെറിയൊരു വരലാണ്, വൈക്നാ വരല. നമുക്കിനി കാസ്റ്റ് ചെയ്ത് നോക്കാം, അടിക്കുന്നുണ്ടോ നോക്കാം. വെള്ളത്തിൽ കിട്ടോ നമുക്ക്? അതേ സ്പോട്ടിൽ നിന്ന് തന്നെ ഒന്നും കൂടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. വള്ളിയാ? ഹലോ ഗൈസ്, നല്ല മഴക്കോളുണ്ട്. നല്ല മഴ കയറാൻ തുടങ്ങി. മഴ പെയ്യുന്നു. ആ ഒരു സൈഡ് നല്ല മഴവിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടിങ്ങനെ മഴക്കോള് വന്നിട്ട് നല്ല
പക്ഷേ നമ്മൾ അവിടെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്പോട്ടിലോട്ട് പോവാണ്. അതുകൊണ്ട് ആ കാണുന്ന എണ്ണപ്പനയുടെ ഇടയ്ക്കാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാൻ വല്ലതും കിട്ടുമോ. നമ്മൾ അവിടെ കുറേ നേരം അടിച്ച് നോക്കിയായിരുന്നു, പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അടുത്ത സൈറ്റിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ കാണുന്ന സ്പോട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ഒരു അടി കിട്ടിയായിരുന്നണ്ണാ. അവിടെ ഒരു അടി കിട്ടിയായിരുന്നു. അവിടെ നിന്നൊരു അടി കിട്ടിയായിരുന്നു, പ്രതീക്ഷയില്ല. അതുകൊണ്ട് ആ കാട് കണ്ടോ, അവിടെ ഈ നിൽക്കുന്ന പോച്ച, ആ പോച്ചയുടെ അടി വന്നപ്പോഴാണ് ഞാനപ്പോൾ ആ പോച്ചയുടെ മണ്ടയിൽ കൂടെ വലിച്ചു പിടിച്ചതാ. അണ്ണാ ഇപ്പുറ സൈഡോ, ആ ഈ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ദേഹത്ത് കയറും. വലിയ സൈസൊന്നും അല്ല, ചെറുതാ. നമ്മളിപ്പോൾ പിടിച്ചതിൻ്റെ ഒക്കെ കൂട്ടുള്ള. വിട്ടെന്ന് തോന്നുന്നു അവൻ അവിടെ നിന്ന്. അത്രയും വന്നിട്ടില്ല, അവൻ അവിടെ തന്നെ കിടപ്പുള്ളൂ. ഇതൊന്നും അവൻ ഇറങ്ങിയിട്ടില്ല. അല്ലടാ, ഹുക്ക് അടിക്കണ്ടേ. ഒരു മീൻ അടിച്ച് കയറ്റിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഐശ്വരൻ്റെ വീണ്ടും നമുക്കൊരു നാടൻ വര, നല്ല നാടൻ വരയല്ലാന്ന്. ഐശ്വര്യ നാടൻ വരയല്ല ഇത്. കിറണമെന്ന് അതിൻ്റെ ആവശ്യം. അത് പിടിച്ചേ, ഇപ്പുറത്തെ താഴ്വശത്ത് പിടി. ഗൈസ് നമ്മൾ കണ്ട ഈ ബേബി പാണ്ടയ്ക്കകത്താണേ പിടിച്ച് കയറ്റിയേ. ആ വലക്കകത്തിട്ടേക്കണം. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ 2 വരാലിനാണ് കിട്ടിയത്. ഇത് വീക്ന വരാലാണ്, വലിയ സൈസൊന്നുമില്ല, ചെറിയൊരു സൈസേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളതിന് ചൂണ്ടിടാൻ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് 2 വരാലിനെ അടിച്ചത്. നമ്മളാണെങ്കിൽ അവിടെ കുറേ സ്പോട്ടിൽ പോയി നമ്മളാണെങ്കിൽ സ്റ്റിക്ക് അടിച്ച് നോക്കിയായിരുന്നു, പക്ഷേ ആണെങ്കിൽ നല്ല സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഫോളോ അപ്പ് പോലും കിട്ടിയില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ സാധാ നാടൻ ചൂണ്ട ഇടാനൊക്കെ നമ്മളവിടെ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ മീൻ്റെ ആക്ടിവിറ്റി ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ടാണെങ്കിൽ അവർ പിന്നെ ചൂണ്ടയൊന്നും ഇടുകയൊന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.